മണ്ണുതീടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, ആർടിഒ, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. ചാലക്കുടി മാർക്കറ്റിലും പരിസരത്തും തെരുവനായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ ബൈക്ക് യാത്രക്കാരും. അകമല ചേപ്പിലക്കോട് വീണ്ടും കാട്ടാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 1,00,000 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ പരാക്രമം. ഗ്യാസ് സിലിണ്ടറും ചുറ്റികയുമായി എത്തിയ യുവാവ് ഓഡിറ്റോറിയത്തിലെ എസികൾ കത്തിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വലിയ വിളക്ക് ആഘോഷിച്ചു. ആയിരക്കണക്കിന് മൺചിരാതുകളിൽ തെളിഞ്ഞ ദീപങ്ങൾ ക്ഷേത്ര സങ്കേതത്തെ പ്രഭാപൂരിതമാക്കി. പള്ളിവേട്ട ശനിയാഴ്ച. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തൃശൂരിൽ കോൺഗ്രസും ഡിവൈഎഫ്ഐയും പ്രതിഷേധ പ്രകടനം നടത്തി. നമസ്കാരം. വാർത്തകൾ വിശദമായി. മണ്ണുതീടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, ആർടിഒ, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അടുത്തയാഴ്ച യോഗം ചേരുമെന്ന് കളക്ടർ അറിയിച്ചു. അടിപ്പാത, മേൽപ്പാലങ്ങളുടെ നിർമ്മാണം കഴിയുന്നതുവരെയോ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതുവരെയോ പാലിയേക്കരയിൽ ടോൾ നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾക്കായി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. അടിപ്പാത നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത ആമ്പല്ലൂരിൽ ചാലക്കുടി ഭാഗത്തേക്കുള്ള യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് സർവീസ് റോഡിന്റെ വീതി കൂട്ടിയത്. സർവീസ് റോഡിന്റെ വീതി കുറവ് വൻ ഗതാഗതക്കുരുക്കാണുണ്ടാക്കിയിരുന്നത്. ഇതേ തുടർന്ന് കടുത്ത പ്രതിഷേധത്തിലായിരുന്നു യാത്രക്കാർ. ആമ്പല്ലൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും പൊളിച്ചു നീക്കി. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ആർടിഒ, പോലീസ്, NHAI എന്നിവർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയിരുന്നു. ജംഗ്ഷൻ മുതൽ പുതിയ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ഭാഗം വരെ സർവീസ് റോഡ് ഉയരം കൂട്ടി ടാർ ചെയ്തു. ടാർ ചെയ്ത ഭാഗം ഉറയ്ക്കുന്നതുവരെ സർവീസ് റോഡിലൂടെ ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. അടിപ്പാതയോട് ചേർന്ന് തന്നെ ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇതിനായി കഴിഞ്ഞ ദിവസം സർവീസ് റോഡ് വീതി കുറച്ച് അപ്രോച്ച് റോഡിന്റെ അടിത്തറയ്ക്കായി എടുത്ത കുഴികൾ മൂടി. ഇതോടെ യു ടേണും സുഗമമായി. ചാലക്കുടി കൂടപ്പുഴ പ്രദേശത്ത് വീണ്ടും തെരുവ് നായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. കൂടപ്പുഴ ക്ഷേത്ര പരിസരത്തെ റോഡിലായിരുന്നു ആദ്യം ആളുകൾക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. ജനതാ റോഡ്, മാർക്കറ്റ് റോഡ് എന്നിവിടങ്ങളിലും കാൽനട യാത്രക്കാരെ തെരുവ് നായ ആക്രമിച്ചു. വെള്ളാനിക്കാരൻ ഹാൾ പരിസരത്ത് സ്ത്രീയെ തെരുവ് നായ മാരകമായി ആക്രമിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഇവരുടെ മകനാണ് നായയെ തള്ളിമാറ്റിയത്. ബൈക്കിന്റെ പിന്നിൽ യാത്ര ചെയ്തവരെയും നായ കടിച്ചു പരിക്കേൽപ്പിച്ചു. വിവരമറിഞ്ഞ ജനപ്രതിനിധികളും പോലീസും സ്ഥലത്തെത്തി. തെരുവുനായ ആക്രമണത്തെ തുടർന്ന് മാർക്കറ്റിൽ നിന്നും കൂടപ്പുഴയിലേക്കുള്ള ആളുകളുടെ യാത്ര ഒഴിവാക്കി. നായയെ പിന്നീട് ആൾതാമസമില്ലാത്ത വീടിനകത്ത് ചത്ത നിലയിൽ കണ്ടെത്തി. 3 ആഴ്ചയ്ക്കുള്ളിൽ 4ാമത്തെ നായയാണ് ആളുകളെ ആക്രമിച്ച ശേഷം ചത്തത്. ഇതിൽ 3 എണ്ണത്തിനും പിന്നീട് പേവിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഏപ്രിൽ അവസാന വാരത്തിൽ 30ഓളം തെരുവ് നായ്ക്കളെ നഗരസഭയുടെ നേതൃത്വത്തിൽ പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. വടക്കാഞ്ചേരി അകമല ചേപ്പിലക്കോട് കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. അകമല ചേപ്പിലക്കോട് പട്ടനുമടത്തിൽ മിന്നാപ്പോൾ, ഉപ്പഴക്കാട്ടിൽ അനിൽ ജേക്കബ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. പിശാന്തിപുഞ്ചയിൽ ശിവദാസൻ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത 50ഓളം വാഴകളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. വ്യാഴാഴ്ച രാത്രി കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് കൃഷിയിടത്തിൽ നിന്നും മടങ്ങിയത്. ഏകദേശം 1,00,000 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ പൂട്ടിയിട്ട് യുവാവിന്റെ പരാക്രമം. മെഡിക്കൽ കോളേജ് അലുമിനി ഓഡിറ്റോറിയത്തിലാണ് യുവാവ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. സർജൻസ് കോൺഫറൻസ് നടക്കാനിരിക്കെയാണ് അക്രമം. ഗ്യാസ് സിലിണ്ടറും ചുറ്റികയുമായി എത്തിയായിരുന്നു അക്രമം. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് എസിക്ക് തീയിടുകയായിരുന്നു. ചുറ്റിക ഉപയോഗിച്ച് ഗ്ലാസുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു. ആക്രമണത്തിൽ യുവാവിന്റെ കൈയിന് പരിക്കേറ്റിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള വലിയ വിളക്ക് ആഘോഷിച്ചു. രാത്രി നടന്ന എഴുന്നള്ളിപ്പിൽ ഗജരാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. പത്മശ്രീ പെരുവനംകുട്ടന്മാരാരുടെ മേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ആയിരക്കണക്കിന് മൺചിരാതുകളിൽ തെളിഞ്ഞ ദീപങ്ങൾ ക്ഷേത്ര സങ്കേതത്തെ പ്രഭാപൂരിതമാക്കി. വെള്ളിയാഴ്ച രാവിലെ നടന്ന ശിവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. പല്ലാട്ട് ബ്രഹ്മദത്തൻ തിടമ്പേറ്റി. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ശനിയാഴ്ച നടക്കും. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രത്യേക ദീപാലങ്കാര മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഇരിങ്ങാലക്കുട ഫോട്ടോ വേൾഡിനാണ് 1ാം സ്ഥാനം. കോൺഗ്രസ് ആസ്ഥാനമായ രാജീവ് ഗാന്ധി മന്ദിരത്തിന് 2ാം സ്ഥാനവും ഡാണ ആലങ്ങാടൻ വെസൽസിന് 3ാം സ്ഥാനവും ലഭിച്ചു. ശനിയാഴ്ച ദേവസ്വം ഓഫീസിൽ നടക്കുന്ന മതസൌഹാർദ്ദ സമ്മേളനത്തിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു സമ്മാനങ്ങൾ വിതരണം ചെയ്യും. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് തൃശൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂർ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DCC ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സ്വരാജ് റൌണ്ട് ചുറ്റി തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാർജറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം ഭരിക്കുന്നത് പേരിനെ ഭയക്കുന്നവരാണെന്നും അതിനാലാണ് നെഹ്റു യുവകേന്ദ്രയുടെ പേര് മോദിയും കൂട്ടരും മാറ്റിയതെന്ന് അദ്ദേഹം പറഞ്ഞു. നേതാക്കളായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത്, IP പോൾ, CO ജേക്കബ്, KH ഉസ്മാൻ ഖാൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, EV സുനിൽ രാജ്, AK സുരേഷ്, വില്ലി ജിജോ, നിമ്മി റപ്പായ്, ലീല വർഗീസ്, മേഴ്സി അജി എന്നിവർ പങ്കെടുത്തു. നെഹ്റു യുവകേന്ദ്രയുടെ പേരുമാറ്റി സ്ഥാപനത്തെ കാവ്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസിലേക്ക് DYFI പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്ര ജില്ലാ ഓഫീസിന് മുൻപിൽ നടന്ന ധർണ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്ക്, DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്, ട്രഷറർ TS സെന്തിൽ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റോസൽ രാജ്, സുകന്യ ബൈജു, ഫസീല തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ചാനൽ സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങൾക്ക് മൈക്രോ എന്റർപ്രനേഴ്സ് അവാർഡ് നൽകുന്നു. ഓരോ ജില്ലയിലെയും മികച്ച കുടുംബശ്രീ സംരംഭകർക്കാണ് അവാർഡ് നൽകുന്നത്. തൃശൂർ ജില്ലയിലെ അവാർഡ് ദാന ചടങ്ങ് ജൂലൈ 5-ന് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി യോഗം ചേർന്നു. തൃശൂർ പേൾ റീജൻസിയിൽ നടന്ന സംഘാടക സമിതി യോഗം COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ചാനൽ MDയും COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ പ്രജീഷ് അച്ചാണ്ടി, കേരള വിഷൻ ചാനൽ ഡയറക്ടർമാരായ ഷുക്കൂർ കോളിക്കര, AG സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 100 താഴെ മെമ്പർമാരുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട. എന്നിട്ട് പോലും തലൂരിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും 25 ലക്ഷം രൂപ വരുന്ന മൊബൈൽ ഫോണുകളും അനുബന്ധ സാമഗ്രികളും മോഷ്ടിച്ച കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. പാവറട്ടി സ്വദേശി അക്കര വീട്ടിൽ ആൽബിനെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. സഹോദരങ്ങളായ സെയ്ദ് മൊഹസിൻ, മുഹദ് അസീം, എറണാകുളം സ്വദേശി അബ്ദുൾ റഫീഖ് എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മാർച്ച് 31-നായിരുന്നു സംഭവം. മോഷണം പോയ ഫോണുകളുടെ IMEI നമ്പറുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പുതുക്കാട് SI N പ്രദീപ്, അഡീഷണൽ SI സുധീഷ്, ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ സതീശൻ മടപ്പാടിൽ, റോയ് പൌലോസ്, PM മൂസ, VU സിൽജോ, AU റജി, MJ ബിനു, ഷിജോ തോമസ് തുടങ്ങിയവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. വികസനം കേരളത്തിന്റെ ജനങ്ങളുടെ അവകാശമാണ്. അത് നടപ്പിലാക്കുന്നത് പ്രധാനമന്ത്രിയും BJPയും മാത്രമാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ. നഗരവികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കേരളത്തിൽ ചെലവഴിച്ച തുകയുടെ കണക്ക് വ്യക്തമാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ ശോഭാ സുരേന്ദ്രനോടൊപ്പം BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ വി ആതിര, പൂർണിമ സുരേഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ്, വിപിൻ എന്നിവരും ഉണ്ടായിരുന്നു. അടിവരയിട്ടുകൊണ്ട് ഈ റോഡുകൾക്ക് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളും പണവും കൊടുക്കുകയും 1 രൂപ കൊടുക്കാതെ വലിയ റോഡുകളുടെ ഉദ്ഘാടനത്തിന് ശ്രീമാൻ ഗഡ്കരി കേരളത്തിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു 10 നയാ പൈസ കേരള മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടല്ല ഈ റോഡിന്റെ വികസന പ്രവർത്തനം നടത്തിയത്. തൃശൂരിലെ സ്വകാര്യ ഹോം നഴ്സിംഗ് സ്ഥാപനം ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ വഞ്ചിച്ചതായ പരാതി. തൃശൂർ നായ്ക്കനാൽ AR മേനോൻ റോഡിൽ പ്രവർത്തിക്കുന്ന വനിതാ ഹോം നഴ്സിംഗ് സർവീസസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് പരാതി. മുതുവറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന വാസന്തി എന്ന സ്ത്രീയാണ് സ്ഥാപനത്തിന്റെ ഉടമയെന്ന് പരാതിക്കാർ പറയുന്നു. പാലക്കാട്, കൊല്ലങ്കോട് സ്വദേശിനികളായ പുഷ്പ, സിന്ധു, ഗിരിജ, പത്തനംതിട്ട സ്വദേശി കലേഷ് എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ജോലിയിൽ നിന്നിറങ്ങി 1 മാസം കഴിഞ്ഞിട്ടും ഇവർക്ക് പണം നൽകിയില്ലെന്നും പല അവധികൾ മാറ്റി പറഞ്ഞതല്ലാതെ ശമ്പളം നൽകാൻ വാസന്തി തയ്യാറായില്ലെന്നും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുമാണ് ഇവരുടെ പരാതി. വനിതാ ഹോം നഴ്സിംഗിൽ ഞങ്ങൾ ജോലിക്ക് കയറിയിട്ട് ഇന്നേക്ക് 1.5 മാസമായി. ഇതുവരെ ഞങ്ങൾക്ക് സാലറിയോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഇന്ന് തരാം, നാളെ തരാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് 12 ദിവസം, 1 മാസവും 1.5 മാസവും ഞങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇന്ന് വാ, നാളെ വന്നുകൊണ്ട് വരും. ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. വ്യാഴാഴ്ച തരാമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച തന്നില്ല. ഇന്ന് കാലത്തെ 10 മണിക്ക് തരാമെന്ന് പറഞ്ഞു. ഇന്ന് ഇത്രയും നേരമായിട്ട് ഈ ഓഫീസ് തുറക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആളെ വിളിച്ചാൽ ആൾ ഫോണും എടുക്കുന്നില്ല. സ്റ്റേഷനിൽ പറഞ്ഞപ്പോൾ അവർ പൈസ വാങ്ങിയിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പൈസ വാങ്ങിയിട്ട് പോയാൽ മതി, ചേച്ചിമാർ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. അതെ. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകണം പറഞ്ഞു. ഞങ്ങൾ ഇവിടെ കിടന്നപ്പോൾ ഞങ്ങൾ കിടക്കണ്ട പുകയും പറഞ്ഞു. ഞങ്ങൾ കൊല്ലങ്കോട്ട് നിന്ന് വരികയാണ്. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് 1 മാസം ഞങ്ങളായി. ഇന്ന് വന്നാൽ പറയും ഇന്നത്തെ ദിവസം അല്ലല്ലോ ഞങ്ങൾ വരാൻ പറഞ്ഞു. ഞാൻ അടുത്ത വ്യാഴാഴ്ചയല്ല വരാൻ പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച വന്നാൽ പറയും ഞായറാഴ്ചയല്ല വരാൻ പറഞ്ഞെന്ന് പറയും. ഞായറാഴ്ച വന്നിട്ട് പോയപ്പോൾ ഈ വ്യാഴാഴ്ച ഉറപ്പായി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഉറപ്പായിട്ട് എത്തി. പിന്നെ വന്നിട്ടും ഇന്ന് എത്ര നേരം വരെ ഞാൻ 7:30 വരെ ഞങ്ങൾ ഇന്നലെ രാത്രി ഇരുന്നു ഓഫീസിൻ്റെ ഉള്ളിൽ. ഇറക്കി വിടണം, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ സമ്മതിക്കില്ല, നിങ്ങളുടെ പേരിൽ പെറ്റീഷൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞു. സാധനം കളവ് പോകുമെന്ന് പറഞ്ഞ് പെറ്റീഷൻ കൊടുക്കും പറഞ്ഞു. ശരി കൊടുത്തോളെ, എന്നാലെങ്കിലും പോലീസുകാർ ഇങ്ങോട്ട് വരട്ടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നത് 7:30 വരെ. 7:30 കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബസ്സും ഇല്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ 10 രൂപയേ ഉള്ളൂ. അതിൽ കൂടുതലും ഞങ്ങളുടെ കയ്യിലില്ല. ഇന്ന് പോയി ഹോട്ടലിൽ പോയി കടം പറഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിച്ചിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാശില്ലാണ്ട് ഒരിക്കലും ഞങ്ങൾ പോകില്ല. ചരിത്രം വസ്തുതാപരവും സത്യസന്ധവുമായിരിക്കണമെന്ന് മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് സിറിയക് ജോസഫ് പറഞ്ഞു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്ന കേരള ഹിസ്റ്ററി കോൺഗ്രസിന്റെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫ്. ചരിത്രം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കണം. ഇപ്പോഴത്തെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ സാഹചര്യത്തിൽ സത്യമാണെങ്കിലും സത്യം പറയാനാകുമോ എന്ന കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് നിങ്ങളാണെന്നും ചരിത്രത്തിൽ നടന്ന ഒരു സംഭവത്തിലേക്ക് സൂചന നൽകിയപ്പോൾ അതിനോട് അസഹിഷ്ണുത കാണിച്ചത് ശരിയായ ചരിത്രബോധമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ടെന്നും സിറിയക് ജോസഫ് പറഞ്ഞു. കേരള ഹിസ്റ്ററി കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ കുര്യാക്കോസ് കുമ്പളക്കുഴി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മാർ ഔഗീൻ കുര്യാക്കോസ് മെത്രാപ്പോലീത്ത മുഖ്യപ്രഭാഷണവും ഉപഹാര സമർപ്പണവും നടത്തി. ഡോക്ടർ ജോർജ് അലക്സ്, ഫാദർ ഡോക്ടർ ദേവസി പന്തലൂക്കാരൻ, അഡ്വക്കേറ്റ് ജേക്കബ് അറക്കൽ, ബേബി മൂക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്ര സെമിനാർ, അനുസ്മരണം, അവാർഡ് സമർപ്പണം എന്നിവയും സുവർണ ജൂബിലിയുടെ ഭാഗമായി നടന്നു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പാലപ്പിള്ളിയിലെ ഗ്രൗണ്ട്. ഡ്രോൺ ഉപയോഗിച്ചെടുത്ത ആകാശ ദൃശ്യമാണ് അതിമനോഹര കാഴ്ചയായി മാറുന്നത്. ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നവരിൽ നിന്ന് തുടങ്ങുന്ന വീഡിയോ ആകാശ കാഴ്ചയായപ്പോൾ ഇതിനകം ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കണ്ടത്. അന്തരിച്ച മുതിർന്ന മാധ്യമ പ്രവർത്തകനും കലാസാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന സക്കീർ ഹുസൈൻ സംവിധാനം ചെയ്ത ആൾപൂരം എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനം തൃശൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ നടനും സംവിധായകനുമായ ആദം അയ്യൂബ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകൻ KV ഗണേഷ്, ചെട്ടിയങ്ങാടി മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ബാസിദ് തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. തൃശൂർ പൂരത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതവും അവരുടെ പ്രയത്നങ്ങളുമാണ് ആൾപൂരം എന്ന ഡോക്യുമെന്ററിയിലൂടെ സക്കീർ ഹുസൈൻ അടയാളപ്പെടുത്തിയത്. വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്ന മുദ്രാവാക്യത്തോടെ സോളിഡാരിറ്റി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംഘടനാ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചത്.
വെട്ടിയെടുത്തുകൊണ്ടുവരുന്നു. ഈടുറ്റ ഈ തടിയിൽ നിന്നാണ് ഓരോ വർഷവും തിരുവമ്പാടി ദേശം തങ്ങളുടെ പന്നിത്തടത്ത് ലക്ഷ്യം നിധി എന്ന പണമിടപാട് സ്ഥാപനം നടത്തി നിക്ഷേപകരെ കബളിപ്പിച്ച് പണം തട്ടിയ സ്ഥാപന ഉടമയെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട് മൂളിപ്പറമ്പ് താഴത്തേതിൽ വീട്ടിൽ ഉമ്മർ അലിയാണ് അറസ്റ്റിലായത്. നിക്ഷേപകരായ 5 പേരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് മാത്രം 60 ലക്ഷം രൂപയിലധികം തട്ടിയെടുത്തതായി പറയുന്നു. 2 വർഷം മുമ്പാണ് പന്നിത്തടം കേന്ദ്രീകരിച്ച് ലക്ഷ്യം നിധി എന്ന പേരിൽ പണമിടപാട് സ്ഥാപനം പ്രതി ആരംഭിച്ചത്. ഉയർന്ന പലിശ വാഗ്ദാനം നൽകിയാണ് നിക്ഷേപങ്ങൾ സ്വീകരിച്ചിരുന്നത്. കാലാവധി കഴിഞ്ഞിട്ടും നിക്ഷേപത്തുക പോലും മടക്കി നൽകിയില്ല. ഇത്തരത്തിൽ നിരവധി പേരിൽ നിന്ന് പണം തട്ടിയെടുത്തതായും പരാതിയുണ്ട്. വഞ്ചനാ കുറ്റത്തിനോടൊപ്പം ബഡ്സ് ആക്ടും കൂടി ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ഇൻസ്പെക്ടർ എസ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ കെ വി ജോണി, ആൻഡോ ഫ്രാൻസിസ്, ASI കെ എ ഷാജി എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. പെരിഞ്ഞനത്ത് വീട് കയറി ആക്രമണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞന സ്വദേശി കിഴക്കേടത്ത് വീട്ടിൽ ഹരിലാലിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 11-ന് പെരിഞ്ഞന സ്വദേശി ലതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പ് പൈപ്പ് വീശുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, ഹരിഹരൻ, ASI അൻവറുദ്ദീൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പണയം വെച്ച വാഹനം പണം നൽകി തിരികെ എടുക്കാത്തതിന് യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുവ പെരിങ്ങാല വീട്ടിൽ പല്ലൻ സുനി എന്ന് വിളിക്കുന്ന സുനിൽ, കോടന്നൂർ എലിവത്തിങ്കൽ വീട്ടിൽ തറാവ് സണ്ണി എന്ന് വിളിക്കുന്ന സണ്ണി, വെങ്ങിണിശ്ശേരി കൂട്ടലക്കുന്ന് ദേശത്ത് വലിയ വീട്ടിൽ ഷിജോ, പടൂക്കര പുത്തൻ വീട്ടിൽ ബിബീഷ് എന്നിവരെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലം മുതൽ ഓട്ടുപാറ ജംഗ്ഷൻ വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരം BM&BC നിലവാരത്തിൽ നവീകരിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ചു. ഓട്ടുപാറയിൽ കുന്നംകുളം റോഡിൽ നടന്ന പരിപാടിയിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ CV മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളെ ആക്രമിച്ച് മൊബൈൽ ഫോണും പണവും കവർന്ന സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പെരുവല്ലൂർ സ്വദേശി തച്ചപ്പുള്ളി വീട്ടിൽ തക്കുടു എന്ന വിവേകനെയാണ് പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. പെരുവല്ലൂർ കള്ളുഷാപ്പിനടുത്ത് വെച്ചായിരുന്നു ആക്രമണം നടത്തിയത്. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ പാവറട്ടി SIമാരായ OV വിനോദ്, IB സജീവ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് നാടുവിട്ട പ്രതിയെ ഉത്തരാഖണ്ഡിൽ നിന്ന് തൃശൂർ റൂറൽ പോലീസ് സംഘം പിടികൂടി. കുപ്രസിദ്ധ ഗുണ്ട കായ്ക്കുരു രാഗേഷിന്റെ സംഘാംഗമായ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി ചാഴൂർ സ്വദേശി പുതിയ വീട്ടിൽ ഷജീർ എന്ന് വിളിക്കുന്ന ഷാജഹാനെയാണ് ഉത്തരാഖണ്ഡിൽ നിന്ന് പിടികൂടിയത്. പെരിങ്ങോട്ടുകര സ്വദേശിനി കാതികുടത്ത് വീട്ടിൽ ലീലയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത്. ഇനി വാണിജ്യം. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് സുനാമിക്ക് ശനിയാഴ്ച തുടക്കമാകും. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ഷോപ്പിംഗ് ഉത്സവമായ ഷോപ്പിംഗ് സുനാമിയുടെ ഭാഗമായി 17-18 തീയതികളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി നെസ്റ്റോ അവതരിപ്പിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾ, പഴം, പച്ചക്കറി, പാത്രങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി നിരവധി അവശ്യ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ഓഫറിന്റെ ഭാഗമായി ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. 24,999 രൂപയ്ക്ക് 2 വർഷം വാറന്റിയോടുകൂടി 55 ഇഞ്ച് 4K സ്മാർട്ട് LED TV, 99 രൂപയ്ക്ക് നെക്ക് ബാൻഡ്, 1999 രൂപയ്ക്ക് 3 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ. കൂടാതെ അക്ഷരമുറ്റത്തേക്ക് ബാക്ക് ടു സ്കൂൾ ഓഫറിന്റെ ഭാഗമായി 699 രൂപയ്ക്ക് സ്കൂൾ ബാഗ്, 199 രൂപയ്ക്ക് സ്കൂൾ ഷൂസ്, 400% കിഴിവിൽ ലഞ്ച് ബോക്സ്, 25% കിഴിവിൽ നോട്ട്ബുക്സ് തുടങ്ങി വമ്പിച്ച ഓഫറുകളാണ് നെസ്റ്റോയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന്
നെസ്റ്റോ റീജിയണൽ ഓപ്പറേഷൻ മാനേജർ CV സനോജ്, ജനറൽ മാനേജർ പ്രശോഭ് എന്നിവർ പറഞ്ഞു. ബാക്ക് ടു സ്കൂളിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കൂൾ പ്രൊഡക്ട്സും മാംഗോ ഫെസ്റ്റിവലും ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ശനി ഞായർ ദിവസങ്ങളിൽ 17-18 ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന 34-hour ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. എക്സ്ട്രാ പാർക്കിങ്ങും അതേപോലെ ഡൈനിങ് സർവീസ്, ഫുഡ് വാങ്ങിയിട്ട് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് ഡൈനിങ്ങിനുള്ള ഏരിയ ഉണ്ട്. ബെസ്റ്റ് ഓഫേഴ്സ് ആണ്. തൃശ്ശൂരിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ശനി ഞായർ ദിവസങ്ങളിൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെ തുറന്ന് പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ ഓരോ 3 മണിക്കൂർ ഇടവിട്ട ലക്കി ഡ്രോ നറുക്കെടുപ്പും ഉണ്ടാകും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,401 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണത്തിയടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരമായി സർവീസ് റോഡിന്റെ വീതി കൂട്ടി. ചാലക്കുടി മാർക്കറ്റിലും പരിസരത്തും തെരുവനായ ആക്രമണം, 11 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരിൽ ബൈക്ക് യാത്രക്കാരും. അകമല ചേപ്പിലക്കോട് വീണ്ടും കാട്ടാനിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. 1,000 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ യുവാവിന്റെ പരാക്രമം, ഗ്യാസ് സിലിണ്ടറും ചുറ്റികയുമായി എത്തിയ യുവാവ് ഓഡിറ്റോറിയത്തിലെ AC-കൾ കത്തിച്ചു. കുടൽമാണിക്യം ക്ഷേത്രോത്സവത്തിൽ വലിയ വിളക്ക് ആഘോഷിച്ചു. ആയിരക്കണക്കിന് മൺചിരാതുകളിൽ തെളിഞ്ഞ ദീപങ്ങൾ ക്ഷേത്ര സങ്കേതത്തെ പ്രഭാപൂരിതമാക്കി. പള്ളിവേട്ട ശനിയാഴ്ച. നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്നു. തൃശൂരിൽ കോൺഗ്രസും DYFIയും പ്രതിഷേധ പ്രകടനം നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.